എൻ്റെ പേര് ത്രേസ്യാമ്മ മാത്യു. പിന്നെ വീട്ടിൽ വിളിക്കണ ജിജി. പിന്നെ വീട്ടുപേര് കുളക്കാട്ട്. വയസ്സ് എനിക്ക് 64 വയസ്സ്. ജിജാനിയുടെ ബർത്ത് ഡേറ്റ് ഓർക്കുന്നുണ്ടോ? ഡേറ്റ് ഓഫ് ബർത്ത് ഒക്ടോബർ 2, 1961. ജനിച്ചൊരു കടുത്തുരുത്തി കൂടക്കാട്ടുമാലി. ഇന്നത്തെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ചെറുപ്പകാലത്തെ. ഞാനുണ്ടായി കഴിഞ്ഞാണ് ആൻസിയാൻറ്റിയെ കെട്ടിച്ചു വിട്ടു. ലൈല അമ്മ, തോമാച്ചൻ കുഞ്ഞാഞ്ഞ, വലിഞ്ഞാഞ്ഞ, പിന്നെ തങ്കച്ചൻ, മാട്ടി. ഇത്രയും പേര് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് കെട്ടിക്കുക. ഞാൻ ആ പെണ്ണുങ്ങളിലേറ്റുള്ളത്. എൻ്റെ ഇളയത്തുങ്ങളാണ് മാട്ടിനും തങ്കച്ചനും. ഇപ്പോൾ പിള്ളേർക്ക് നല്ല ഓർമ്മയുണ്ടോ? പക്ഷെ അന്നത്തെ കാലത്ത് എനിക്കിന്നും ഓർമ്മയില്ല. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഞാൻ ഇന്നിട്ട് പോരാനുള്ള പേപ്പർ വർക്ക് പള്ളിയിൽ നിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ മാമോദിസ സർട്ടിഫിക്കറ്റ് മേടിക്കില്ലേ, അന്നാറാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒക്കെ ഓർമ്മ എനിക്ക് വന്നത്. അമേരിക്കയ്ക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്. അങ്ങനെയാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 10ാം മാസം 2-ാം തീയതി ഇങ്ങനെ 1961 ആണ്ടാണ് അന്നറൊക്കെ ഓർക്കണത്. അത് കഴിഞ്ഞപ്പം പോലെ എനിക്ക് ഓർമ്മയുള്ളൂ, അല്ലാതെ എനിക്ക് അതിന് മുമ്പ് ഓർമ്മയൊന്നും ഇല്ല. നിങ്ങൾ ചെറുപ്പത്തിൽ അന്ന് ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആരുടെ അങ്ങനെ നടത്തിയിട്ടില്ല. അപ്പച്ചൻ അമ്മച്ചി അങ്ങനെയൊന്നും ഇല്ല. പള്ളിയില് ഏത് പള്ളിയിലായിരുന്നു? കടുത്തുരുത്തി വെല്ലുവിളിയിലായിരുന്നു. അതെ, കടുത്തുരുത്തി വെല്ലുവിളിയിലായിരുന്നു ഓരോ പരിപാടി. ആദ്യ കുർബാന ഒന്നും ഓർക്കുന്നില്ലേ? ആദ്യ കുർബാനയുടെ ഒന്നും ഓർക്കണില്ല. ഇല്ല, ഓർമ്മയില്ല. ആരൊക്കെയാ നടത്തിയായിരുന്നോ? അത് നടത്തി. ആതിരാൻ നടത്തിയതിൻ്റെ ഓർമ്മയുണ്ട്. തങ്കത്തിൻ്റെ മാട്ടിയുടെ ഒക്കെ ആതിരാനൊന്നും ഞാൻ ഓർക്കണില്ല. അത് അവരുടെ ഒന്നും ഓർമ്മയില്ല. ലൈലാമ്മയുടെ ആണേലും ആൻസിയുടെ ആണേലും എനിക്കൊന്നും അതൊന്നും ഓർമ്മയില്ല. ആൻസിയുടെ കല്യാണം ഓർക്കണുണ്ട്, ലൈലാമ്മയുടെ അതൊക്കെ ഓർക്കണുണ്ട്. അച്ഛൻ മരിച്ച ഇടയ്ക്കില്ലായിരുന്നോ ലൈലാമ്മയുടെ കല്യാണം? അച്ഛൻ മരിക്കുമ്പം ലൈലാമ്മയുടെ കല്യാണം ആ ഡേറ്റ് ഉറപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. വീട്ടിൽ കെട്ടിക്കറാനാണ് ഇരുന്നത്. അന്നേരം അച്ഛൻ അവിടെ വീട്ടിൽ കെട്ടിക്കറാനിരുന്നപ്പം മുളകും മല്ലിയും പൊടിപ്പിക്കാൻ വേണ്ടി ത്രേസ്യാമ്മ കുഞ്ഞമ്മയുടെ ബില്ലിൽ കണ്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വിട്ടേക്കുമായിരുന്നു. അത് പോകാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എന്നാൽ നീ നീരൂർ പോയി മുളകും മല്ലിയും പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയി മേടിച്ചോണ്ട് പോക്കണം. അന്നേരം അച്ഛൻ അസുഖമൊന്നുമില്ല. അച്ഛൻ കച്ചവടം ഉണ്ടായിരുന്നല്ലോ. രാവിലെ പോയാൽ വൈകിട്ടാണ് വരുന്നത്. എന്നിട്ട് പോയി വരുമ്പം ഞാൻ അറിയണില്ലല്ലോ. അന്നേരം അമ്മച്ചി ആശുപത്രി ഇടയ്ക്ക് പോക്കും വരവൊക്കെ ഉണ്ടായിരുന്നേ. അമ്മച്ചി എന്നോർത്തുണ്ടാവും പെട്ടെന്ന് ഒരു അപകടം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അച്ഛൻ അങ്ങനെ ഓടി നടക്കണ മനുഷ്യന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെയാണ് നീരൂർത്തെ അപ്പാപ്പം വന്ന് ഞാൻ ചാറ്റുമാൻ്റിയുടെ വീട്ടിൽ കിടക്കുമ്പം അന്ന് കറണ്ട് ഇല്ലാത്ത കാരണം മുളകും മല്ലിയും പൊടിപ്പിച്ച് വിട്ടില്ല. അപ്പം ഞാൻ എന്നോട് അവിടെ കിടക്കാൻ പറഞ്ഞു. നാളെ രാവിലെ കറണ്ട് വരുമ്പം പൊടിപ്പിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ രാത്രിയിലാണ് എങ്ങനെയോ ത്രേസ്യാമ്മ കുഞ്ഞമ്മയുടെ വീട്ടിൽ അറിഞ്ഞു അച്ഛൻ മരിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്നേ. അപ്പം അങ്ങനെ സംഭവം ലൈലാമ്മ പറഞ്ഞിട്ട് ഒരു പച്ചമീൻ മേടിക്കേണ്ടി വന്നപ്പം അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി എന്ന ആശുപത്രിയിൽ നിന്ന് വന്ന ആ സമയം ആശുപത്രിയിലായിരുന്നു. വന്നപ്പം അമ്മച്ചിയോട് ലൈലാമ്മയോട് പറഞ്ഞ്, ഇടി ഞാൻ 3-4 ദിവസമായി കഞ്ഞി കുടിക്കട്ടെ, ഇച്ചിരി മുളക് ഇട്ട് മീൻ പറ്റിക്കാൻ പറഞ്ഞു. ആ കറി വെച്ച് കഴിഞ്ഞപ്പം വൈകിട്ട് അച്ഛൻ ആ മീൻ കറി കൊടുത്തു. അന്നേരം അച്ഛൻ പറഞ്ഞ് നല്ലപോലെ എരിവും പുളിയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞ് അമ്മച്ചി പറഞ്ഞിട്ടാൻ പറഞ്ഞു ഇച്ചിരി എരിവും പുളിയും വേണമെന്ന് പറഞ്ഞ്. അന്നേരം ചുമച്ചു. അച്ഛൻ ആ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പം ചോറുണ്ടോണ്ടിരുന്നപ്പം അന്നത്തെ കാലത്ത് മണ്ണെണ്ണ വിളക്കായിരുന്നു. അന്ന് നമുക്ക് കറണ്ടില്ല. അരി കുത്തിച്ച് വെക്കണ ഒരു അരിപ്പാത്രമുണ്ട്. അതിൻ്റെ ഇപ്പുറത്താണ് മേശയും കസേരയായിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ 8 കട കൂട്ടിക്കഴിഞ്ഞ് വരുമ്പോഴാണ് അച്ഛൻ ചോറുണ്ട് ചുമച്ചു. അപ്പം അവളെ ഓർത്തനടയാ എരിവ് കൂടിപ്പോയപ്പം അച്ഛൻ വിളക്കോട് കൂടി തട്ടി ഇട്ടായിരിക്കുന്നു അവളെ വിചാരിക്കും. പിന്നെ നോക്കിയപ്പം വെട്ടമില്ല, ഒന്നുമില്ല. പിന്നെ അവൾ വേഗം അടുക്കളയിൽ ഈ മൂന്നുമുറിയിലോട്ട് വന്നപ്പം അച്ഛൻ വീണ് കിടപ്പുണ്ട്. അരിച്ചാക്കിൻ്റെ പുറത്തോട്ടാണ് വീണ. അരിപ്പെട്ടി അപ്പുറത്ത് കിടപ്പുണ്ടെങ്കിൽ പക്ഷേ തല ഇടിക്കില്ല. ചാക്കിൻ്റെ പുറത്തോട്ടാണ് അച്ഛൻ വീണത്. അപ്പോഴത്തേനും ലൈലാമ്മ അവിടെ കിടന്ന് കാറി.
എന്ന് പറഞ്ഞാൽ തങ്കത്തിന് മാട്ടി അപ്പുറത്തെ ചായ്പിലുണ്ട്, അപ്പുറത്തെ മുറിവുമ്പിലുണ്ട്, അമ്മച്ചി മേലാതെ അവിടെ കിടക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കരട് തൂമ്നായിൽ ജോയിച്ചേട്ടൻ പറമ്പിലെങ്ങാണ്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ലൈലാമ്മയുടെ അലർച്ച കേട്ടപ്പം ജോയിച്ചേട്ടൻ പറമ്പിൽ നിന്ന് കേട്ടു. അപ്പോൾ ഓടി വായോ എന്ന് പറഞ്ഞുകൊണ്ട് ലൈലാമ്മ അലറി. ഇപ്പം തൂമനായിനും ആൾക്കാരെല്ലാം കേട്ടു, വയലിലോട്ട് അലറിക്കും. തോമാറ്റാനാ ലൈലാമ്മയുടെ കല്യാണം കഴിഞ്ഞ് 9:30 വണ്ടിക്ക് വന്ന് തൊണ്ടിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇവിടുന്ന് ആൾക്കാരെല്ലാം വന്ന് അച്ചാനെ എടുത്തുകൊണ്ട് പോകുന്നത്. ആ സംഭവം എനിക്ക് അങ്ങനെ പറഞ്ഞേ കേട്ടോളൂ. പിന്നെ പാറേക്കാരുടെ വീട്ടിൽ അച്ചാൻ അവിടെ കടത്തി. അമ്മച്ചിയോട് വിവരം പറഞ്ഞില്ല. അമ്മച്ചി ഇങ്ങനെ അവിടെ കട്ടില കിടക്കുക. പിന്നെ അമ്മച്ചിയുടെ പറഞ്ഞ അമ്മച്ചിക്ക് ആദ്യം കയറും. അതുകൊണ്ട് പിന്നെ അമ്മച്ചിനെ പറയാതെ ഇരുന്നിട്ട് എങ്ങനെയോ അറിഞ്ഞു. പിന്നെ അച്ചാനെ പാറേക്കാരുടെ നാരായണങ്കാരുടെ വീട്ടിൽ കൊണ്ട് കടത്തി. എന്നിട്ടാണ് ജീപ്പ് പിടിച്ച് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അന്നേരം തോമാച്ചാനാ കല്യാണം കഴിഞ്ഞ് വിളിച്ചേറ്റ് വരുമ്പം അമ്മച്ചി ഏനും പറഞ്ഞിട്ട് ഓടി വന്നെ. പക്ഷെ അമ്മച്ചി അല്ലായിരുന്നു, അന്ന് അച്ചാനായിരുന്നു. എന്നിട്ട് ശേഷമാണ് ഞങ്ങളെ ചെന്ന് വിളിക്കേണ്ടി വന്നത്, നീരൂരിന് പോയി കുടിക്കേണ്ടി വന്നത്. അന്നത്തെ കാലത്ത് വണ്ടിയും വെള്ളമല്ലോ ഉണ്ടോ. ഞങ്ങൾ നടന്ന്, ഞാനും ചാറ്റമ്മ ചേച്ചിയും ശ്രീരാമ കുഞ്ഞമ്മയുടെ നീരൂരിൽ നിന്ന് നടന്ന് മടത്തിപ്പുറം തീരം വന്ന് ഇവിടുന്ന് വണ്ടി പിടിച്ച് നീരൂർ വന്ന് ആൾക്കാരോട് കുഞ്ഞമ്മയോട് പറഞ്ഞിട്ട് പോയി. ആ വണ്ടി എന്നറിയോ, ആൻറ്റിയോട് വിളിക്കാൻ പോയി. ആൻറ്റി കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ വന്നില്ല. ആ വണ്ടി വീണ്ടും ഞങ്ങളെ അന്വേഷിച്ച് വന്നപ്പോൾ മടത്തിപ്പുറം പേരെ ഞങ്ങളെ നടന്നു വന്നു. അന്നേരം നിങ്ങൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ അങ്ങ് വീട്ടിൽ പോകും. അപ്പം ഞങ്ങളെ അറിഞ്ഞുകൊണ്ട് അവർ വണ്ടിക്കാരൻ നിർത്തിയില്ല. പിന്നെ അങ്ങനെ വീട്ടിലോട്ട് പോകാൻ ആ സംഭവം അങ്ങനെ ഞാൻ അറിഞ്ഞത്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വിചാരം അമ്മച്ചിയാന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത്. പക്ഷേ അമ്മച്ചി അല്ലായിരുന്നു. വീട്ടിൽ വന്നപ്പം അച്ഛനായിരുന്നു. തിന്നാലൊരു താടഞ്ഞ് കെട്ടിയിട്ട് അങ്ങനെ കിടക്കണുണ്ട്. ആ ഒരു ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അച്ഛൻ ചാക്കോ, അമ്മച്ചി മേരി. ഇത് അമ്മച്ചി ഇങ്ങനെ പോരുന്ന പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത ഫോട്ടോയാണ്. അമേരിക്കച്ച് കുഞ്ഞാനെ കൊണ്ടുവരാണ്ട് വന്നില്ലേ, അന്ന് ബ്രോച്ചൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് എടുത്ത ഫോട്ടോയാണ്. അത് കഴിഞ്ഞ ശേഷമാണ് അച്ഛനെ എടുപ്പിച്ച് വരപ്പിച്ച് ഇങ്ങനെ ശരിയാക്കി എടുത്ത് വെച്ചതാ ആ പ്രായത്തിൽ. അത് ഈ ഫോട്ടോ പണ്ടുണ്ടായിരുന്നു. എന്നിട്ട് വരപ്പിച്ച് രണ്ടുപേരും സെയിമായിട്ട് ഉണ്ടാക്കിച്ച് വെച്ചാണ് അവന്. അമ്മച്ചി നല്ലൊരു അമ്മച്ചിയായിരുന്നു. എല്ലാ കാര്യത്തിലും ഇടപെടാനും എന്നെ ഒരു സ്ഥലത്തും വിടുവുമില്ല. അങ്ങനെയായിരുന്നു. നീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെ. അമ്മച്ചി അന്ന് മേലാലെ വന്നത്. അമ്മച്ചി 6 മാസം അമേരിക്കൻ നിന്നിട്ടല്ല ഇങ്ങനെ നാട്ടിലോട്ട് വന്നത്. ഒരു ദിവസം രാവിലെ അമ്മച്ചി മരിക്കണ മുമ്പ് ഒരു ചെമ്പ് നെല്ല് പുഴുങ്ങി വെച്ചായിരുന്നു. അന്ന് ആയിടച്ച് മുഴുവൻ മഴയായിരുന്നു. മഴ കാരണം അമ്മച്ചിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അന്നേരം ഈ ഉള്ളതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചാ അമ്മച്ചി എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നേ. നിന്നെ കൊണ്ട് ഞാൻ എപ്പോൾ പോയാലും നിനക്ക് ചൂടുപനി പോലെ ചുമന്ന് വരും. അങ്ങനെ വരുമ്പം ഞാൻ മടത്തിപ്പുറം വരെ എടുത്തുകൊണ്ട് പോയി നടന്ന് അവിടെ ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, അവിടെ കൊണ്ടുപോയി മരുന്ന് മേടിക്കൊണ്ട് പോരും. എത്ര പ്രാവശ്യം എന്നെക്കിട്ട് മാതൊക്കെ തന്നിട്ടെന്നറിയാവോ? നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നെ ഞാൻ ഓർപ്പിച്ച് പറയുന്നല്ലാതെ ആ ചെറുപ്പകാലത്ത് 5 മാസം കഴിഞ്ഞല്ലേ നിന്നെ ഇവിടെ നാട്ടിലോട്ട് കൊണ്ടുവന്നേ, അമേരിക്കയിൽ. പിന്നെ അമ്മച്ചി രാവിലെ മെഡിക്കൽ കോളേജിൽ പോവുക. മെഡിക്കൽ കോളേജല്ല, കാരത്താസിന് തോമാച്ചാൻ അന്ന് നമ്മുടെ മേരിമാത വണ്ടി ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കാരത്താസിൽ പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് വരാനും പറഞ്ഞുകൊണ്ട് അമ്മച്ചി പോയിട്ട് തിരിച്ചു പോകുന്ന ആ വണ്ടി തന്നെ നമ്മുടെ തോമാച്ചാൻ എന്നെ തിരിച്ച് 10:45 വണ്ടിക്ക് തന്നെ പോരാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വണ്ടി കിട്ടൂല. 10:45 നമ്മുടെ വീടിൻ്റെ വാതൊക്കെ വരും വണ്ടി. വരുമ്പം എന്ത് വേണ്ടി തോമാച്ചാനെങ്കിൽ ഞാൻ 10:45 ചോറും കറിയും എല്ലാം കൂടെ പൊതിയായിട്ട് വാതൊക്കെ നിൽക്കും. എന്നിട്ട് നീ അല്ലെങ്കിൽ പോയി ചോറുണ്ടേച്ചാണ് കുഞ്ഞാനെ 12:30 നമ്മുടെ വീടിൻ്റെ വാഴക്കടെ തിരിച്ചു പോകുന്നത്. 10 കഴിഞ്ഞു, 12 കഴിഞ്ഞിട്ട് ഈ മേരിമാത വണ്ടി വന്നില്ല. ഇതെന്നാ പറ്റി നമുക്കറിയത്തില്ല. നമുക്ക് അന്നത്തെ കാലത്ത് പോകണം വല്ലതും ഉണ്ടോ. പിന്നെ അങ്ങനെ തന്നെ പൂക്കോട്ട് പാലത്തിൻ്റെ അവിടെ നിന്ന് തോമാച്ചാൻ ഓണടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആരെങ്കിലും ഓടി വരാൻ വേണ്ടി. അന്നേരം ഞാൻ പിന്നെ തിരിച്ചു പോയില്ല. ഞാൻ ആ വഴി തന്നെ നിൽക്കുക, ചോറുംപൊതിയായിട്ട് നിൽക്കുക തോമാച്ചാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം തോമാച്ചാൻ്റെ വണ്ടിയുടെ ഓണടി കേട്ട് ഞാൻ വഴി വന്ന് നിൽക്കുമ്പം തോമാച്ചാനെ പറഞ്ഞു, വണ്ടിയെ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും തിരിച്ചു വരുമ്പം വണ്ടി അല്ലെങ്കിൽ ആൾക്കാർ വണ്ടിയിലുണ്ട്, അവരെ ഇലഞ്ഞിക്കൊണ്ട് ഇറക്കിയിട്ട്
തിരിച്ച് വരുമ്പം നീയോ ആനിമയോ ആരെങ്കിലും തിരിച്ച് വണ്ടിയെ കയറണം എന്ന് പറഞ്ഞു. എന്നാ പറ്റിയും ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അമ്മച്ചി പോനെ വഴിക്കേട്ടൊക്കെ ഒരു മേലാതെ വന്ന സാധാരണ കുര്യാക്കോസിൻ്റെ അടുത്ത് ആശുപത്രി അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നീ ഉള്ളതുകൊണ്ട് എനിക്ക് പോരാൻ മേല. ആനിമാൻ്റെ അടുത്താണ് ഞാൻ ചോറ് കൊണ്ട് വഴിയേറി നിന്നെ. ഇനി ഞാൻ വീട്ടിൽ വന്ന് അനുമാൻ്റിയോട് പറഞ്ഞു, എന്നാൽ വേഗം ഒരുമിച്ചോ തോമാറ്റാൻ അമ്മച്ചി ആശുപത്രിയിലാണ്, ഞാൻ കൊച്ചിനെ നോക്കിച്ചോളാം, അനുമജിയെ പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് അന്നത്തെ ബോധം അതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ മകളല്ല, അല്ല ഞാൻ ബോഡി പോന്നപ്പോരായിരുന്നു. അത്രയ്ക്ക് പോള ബോധമായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ എന്തുകൊണ്ട് ആ പോക്ക് അമ്മച്ചി മൊട്ടിയേറിന് അമ്മച്ചി കുറുപ്പന്തറ വരുന്നപ്പോൾ ഒരു നിർമ്മല ബസ് അങ്ങോട്ട് പോയപ്പോൾ ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ തോമാച്ചാനയുടെ പേർക്ക് ആ സൈഡിലാണ് അമ്മച്ചി ഇരുന്നപ്പോൾ അമ്മച്ചിയുടെ പേർക്ക് അടുത്തിരുന്നവർ കേട്ടെന്ന് പറഞ്ഞു, അയ്യോ എന്ന് വെറ്റെന്ന് പറഞ്ഞു. അപ്പത്തന്നെ പെട്ടെന്ന് ഹാർട്ടിൻ്റെ നെഞ്ചുവേദന ഉണ്ടായതാ. നമുക്കറിയണില്ലല്ലോ. മുട്ടിയേറ് എടുക്കാറായപ്പോഴത്തേനും യാത്രക്കാരോട് പറഞ്ഞു, അമ്മച്ചി എഴുന്നേക്കുന്നു, ഭയങ്കര ഒരു വിഷമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോഴത്തേനും തോമറ്റൻ വണ്ടി ഓടിച്ച് പോരുമല്ലേ. പിന്നെ കടുത്തിരുത്തി എടുക്കാറായപ്പോഴത്തേനും പറഞ്ഞ് വണ്ടി നിർത്താൻ പറഞ്ഞു. പിന്നെ നിർത്തിച്ച് പിന്നെ അവിടുന്ന് വണ്ടിക്കകത്ത് ആളെ ഇറങ്ങിയില്ലല്ലോ. പിന്നെ അവിടുന്ന് ഒരു കാറ് പിടിച്ചാണ് കുര്യാക്കോട്ടിനടുത്തും കൊണ്ടാക്കിയത്. സന്ധ്യ ആയപ്പോൾ 8:30 ആയപ്പോഴത്തേനും വെന്നാരം ചാറ്റമ്മാൻ്റിയൊക്കെ അറിഞ്ഞു. ചാറ്റമ്മാൻ്റി വന്നു, മുട്ടിയാർ കടുത്തിരുത്തിക്ക് പോയി കുര്യാക്കോട്ടിൻ്റെ അടുത്ത് പോയി നിന്നിട്ടും രാത്രി വണ്ടി പിടിച്ച് അമ്മച്ചീനെ കൊണ്ടുവന്നു വന്നപ്പോഴത്തേനും അമ്മച്ചി എന്നോട് പറഞ്ഞു, എടി ഞാൻ ഇച്ചിരി ഇച്ചിരി പൊടിയിരിക്കഞ്ഞി ഇടാവോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. അന്നേരം രസം വെച്ച ഒരു മംഗലം ഉണ്ടായിരുന്നു. ആ കലത്തിലാണ് ഞാൻ കാര്യം നല്ലപോലെ ചേച്ചി എഴുതി വെച്ച്. പക്ഷേ കഞ്ഞി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഞ്ഞി കുടിച്ചപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര കുരുമുളകിൻ്റെ ഒക്കെ കുത്തലുണ്ടായിരുന്നേ. മംഗലത്തിലാവുമ്പം ഇച്ചിരി എരിവ് ഉണ്ടായല്ലോ. അപ്പോഴത്തേനും അമ്മച്ചി പറഞ്ഞോടി അപ്പടി എരിവാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കല ഞാൻ ചേച്ചി എഴുതിയിട്ടാണ് വെച്ചേ. പക്ഷേ കുത്തൽ മംഗലത്തിലുള്ളത് കൊണ്ട് ഇച്ചിരിയും കഞ്ഞി കുടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് അമ്മച്ചിക്ക് കഞ്ഞി ഇച്ചിരി കുടിച്ചിട്ട് പിന്നെ അമ്മച്ചിക്ക് ഇല്ലാത്ത വിഷമാണ്. ജനലെ കമ്പിയെ പിടിച്ചുകൊണ്ട് അല്ലാതെ കിടന്നുകൊണ്ട് ഭയങ്കര വേദനയാണ്, പൊളയുക. അപ്പോഴത്തേനും ചായ്പ് 2 മുറിയായിട്ട് തിരിക്കണം. അങ്ങ് അറ്റത്തെ മുറിയില്ല, നിന്നെ തൊട്ടിക്കടത്തിരിക്കുക. പിന്നെ വൈകിട്ട് തോമാച്ചാനെ വൈകിട്ട് 9:30 ആയപ്പം വന്ന ശേഷം പിന്നെ വീണ്ടും കടുത്തിരുത്തിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നീ തൊട്ടിക്കിടക്കുക. നിന്നോട് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു. എൻ്റെ അവസാനത്തെ എൻ്റെ കൊച്ചേനും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തേച്ചാ നിന്നെ യാത്ര പറഞ്ഞ് ഞാൻ നീ വരുമോ ഇല്ലെന്ന് അറിയത്തില്ലടി എന്നും പറഞ്ഞിട്ട് നിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മച്ചി എന്നാലും തൊട്ടിക്കകത്ത് കിടന്ന് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും കൊടുത്ത് ഒട്ടേറെ കടുത്തിരത്തിലോട്ട് കൊണ്ടുപോയി. അല്ല കടുത്തിരത്തിലല്ല കൊണ്ട് കാറ് പിടിച്ച് കാരത്താട്ടിലാണ് കൊണ്ടുപോയത്. ആ പോക്ക് പോയിട്ട് 12-ാം പൊക്കമാണ് പിന്നെ അമ്മച്ചി മരിച്ചേ. ആ പോക്ക് പോയിട്ട് മെഡിക്കൽ കോളേജിന് കാരത്താറ്റി ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് കൊണ്ടുപോക്കണം പറഞ്ഞു, മെഡിക്കൽ കോളേജ് കൊണ്ടുപോക്കണം പറഞ്ഞു. കാരത്താറ്റി അന്നത്തെ കാലത്ത് ഈ സഹകരണം ഇതില്ല, ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നത്തെ ഹാർട്ടിൻ്റെ പ്രവർത്തനം. ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചിയുടെ ആങ്ങളെ വെല്ലിക്കനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വെല്ലിക്കന വീട്ടിലുണ്ട്. അപ്പോഴത്തേനും അമ്മച്ചിയോട് പറഞ്ഞു, രുചിയെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ അവളെ എന്നും വരുന്നുണ്ടാവും, നീ ഇന്നാ കാണുന്നില്ലെന്നോ വെല്ലിച്ചൻ പറഞ്ഞു. ചെല്ലുമ്പം അമ്മച്ചി മയക്കാം, വേദന കൊണ്ട് കുത്തിവെച്ച് മയങ്ങി കിടക്കുക. ഒരു കാര്യം ലാസ്റ്റ് അമ്മച്ചി മരിക്കണേന് തലേദിവസം ഞാൻ പോയിന് 12:30 വണ്ടിക്ക് പോയി. ചോറൊക്കെ ആയിട്ടാവും. അവിടെ 5-6 പേര് നിൽപ്പുണ്ട്. നായത്താമുക്ക് നിമ്മ ചാറ്റമാൻ്റെ ഇങ്ങനെ ഒത്തിരി പേര് അവിടെ ഉണ്ട്. അമ്മച്ചിക്ക് ആൾക്കാരും ഉണ്ട്. എന്നപ്പം അമ്മച്ചി വർത്താനം പറഞ്ഞപ്പോൾ എവിടെ നിന്നെ ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ എന്നും വരുന്നുണ്ട്, കൊച്ചിൻ്റെ അവിടെ അനുമച്ചിയുടെ അടുത്ത് ആക്കിയിട്ട് ഞാൻ വരുന്നെന്ന് പറഞ്ഞേ. ഉടനെ ഞാൻ പറഞ്ഞു കുഞ്ഞാനെയൊക്കെ വന്ന്. കുഞ്ഞാനെ അന്നേരം കുഞ്ഞാനെ ആലിച്ചേച്ചി വന്ന് അന്നേരം പറഞ്ഞു ആലിച്ചേച്ചിയോട് പറഞ്ഞ് അല്ല കുഞ്ഞാൻ എന്നോട് പറഞ്ഞ് എടി അമ്മച്ചി മേടിച്ച് വെച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവരാത്ത സാധനങ്ങളൊക്കെ അമ്മച്ചിയോട് ഞാൻ വിശേഷങ്ങളൊക്കെ പറയുക. അമ്മച്ചി പറഞ്ഞ് കുഞ്ഞാൻ എൻ്റെ കുറച്ച് കറുത്ത തുണിയും വെള്ളത്തുണിയൊക്കെ കൊണ്ട് എൻ്റെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്. ഉടനെ അമ്മച്ചി എന്നോട് പറഞ്ഞ അതവിടെ ഞാൻ പറഞ്ഞ അൽമാരി വെച്ചെന്ന് പറഞ്ഞ് ഇനി ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ച് കന്യാസ്ത്രീമാരുണ്ട്, അവർക്ക് ഉടുപ്പിന് തുണിയും കറുത്ത തലയ്ക്ക് മുണ്ടും കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മച്ചീനെ അവിടെ നമ്മുടെ കാനാക്കാർ തന്നെ അവർക്ക് കണ്ടിച്ച് കൊടുക്കണമെന്നും പറഞ്ഞു. ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലായിരുന്നു. വീട്ടിലോട്ട് പോകാനുള്ള രീതിയിലല്ലേ ഇരുന്നത്. ചെന്നപ്പത്തേനും കുഞ്ഞമ്മ നീണ്ടൂർക്ക് കൊണ്ടുപോയി. നീണ്ടൂരത്തെ ചോമി അവിടെ ഉണ്ട്, ലൂക്കാച്ചൻ അവിടെ ഉണ്ടോ ഞാൻ ഓർക്കണില്ല. കുഞ്ഞമ്മ ഞാനും ഉള്ളായിരുന്നു. ചോമിച്ച് എന്തോ അറിവ് കിട്ടി, പേരമ്മ അവിടെ മരിക്കുന്നു. അവൻ പറഞ്ഞു അമ്മച്ചി പേരമ്മ മരിക്കുന്നു പറഞ്ഞു. അത് ഇവരോട് പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. ഇവർ പിന്നെ എന്നെ കണ്ടേച്ചും ഇവരങ്ങ് തിരിച്ചു പോവുകയും ചെയ്ത്. പോയി കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പം
കുഞ്ഞമ്മയുടെ പേർക്ക് പറഞ്ഞു, എന്നാൽ നമുക്ക് എന്നെ കടത്തിലേക്ക് പോയേക്കാൻ പറഞ്ഞു. ഞാൻ അറിയണില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് വേറെ കുഞ്ഞമ്മയുണ്ട്, അപ്പാപ്പനുണ്ട്, ടോമി, ഇവരൊക്കെ ഇവിടെ പ്രാവട്ടം വരെ നടക്കുമോ, വണ്ടി തന്നെ കിട്ടാനില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി കിട്ടി. അവിടെ ചെന്നപ്പോൾ ഏറ്റുമാനൂർ വരെ വന്നപ്പം കടക്കരുത്ത് മേരിച്ചെട്ടിയുടെ കിട്ടുവാൻ അവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ കടത്തിലേക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അവിടെ നിന്ന് കുഞ്ഞമ്മയോട് ചോദിച്ചു, അമ്മച്ചി തന്നെ എവിടെ നിൽക്കണേ? ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ കടത്തിട്ട് വീട്ടിലോട്ട് മേരിച്ചെട്ടിയുടെ മെഡിക്കൽ കോളേജിന് അങ്ങോട്ട് വീട്ടിലോട്ട് ജിമ്മിയൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ അതിനു മുമ്പ് പറഞ്ഞ കേട്ടു, അവർ പോന്നിട്ടില്ല, നിങ്ങളോട് ഭയം പൊക്കളാന്നാണ് പറഞ്ഞത്. അത് ഞാൻ ചെവി കേട്ടു, എങ്ങനെയോ കേട്ടു. അപ്പം എനിക്ക് അന്നേരം എന്നാ അമ്മച്ചി മരിക്കുന്ന ഒരു ബോധമില്ല എനിക്ക്. പിന്നെ ഇവിടുന്ന് ഒരു ബേബി ചേട്ടൻ സംഘടിപ്പിച്ച് ഞാനും ഉണ്ട്, ത്രേസാമ കുഞ്ഞമ്മ അല്ല നൈതാമ കുഞ്ഞമ്മ, ഇവർ ആരായും ഞാൻ ഓർക്കണില്ല. അവരൊക്കെ കൂടെ ഞങ്ങൾ കടത്തിലേക്ക് പോവുക. അവിടെ വന്നപ്പം മുട്ടിയേറെ അവിടെ വന്നപ്പോൾ തന്നെ ശവപ്പെട്ടിയുടെ ഈ കച്ചവടങ്ങളുണ്ട്. കുഞ്ഞമ്മ എൻ്റെ ചങ്ങിനിട്ട് ഉറച്ച അടി, എൻ്റെ അമ്മേനും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കിട്ടും അന്നേരം എനിക്ക് പിടി കിട്ടിയില്ല. പിന്നീട് എനിക്ക് ബോധം തിരിഞ്ഞ അമ്മച്ചീനെ ആ ശവപ്പെട്ടിക്കകത്ത് കിടത്താനുള്ള രീതിയിൽ അത് ഓർത്ത് ആ കുഞ്ഞമ്മ ചങ്കിനിട്ട് അരച്ച് എൻ്റെ അമ്മേനും പറഞ്ഞ കുഞ്ഞമ്മ ആ വണ്ടിക്കകത്തിരുന്ന് കരഞ്ഞു. അങ്ങനെ പറഞ്ഞ കടുത്തിർത്തി പുള്ളിപ്പറമ്പി അന്നമ്മച്ചേച്ചിയുടെ വീടില്ലേ, അവിടെ വന്നപ്പം നൈതാമകനും പറഞ്ഞ എന്നാൽ ഇവിടെ നിന്ന് നിർത്താൻ പറഞ്ഞു. ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് അറിയാൻ പറഞ്ഞു. ഇവിടെ ആരും ഇല്ലെന്ന് ആരാണ്ടോ പറഞ്ഞു, ടോമി പറഞ്ഞു ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞു. നോക്കിയപ്പം നേരെ പോവുക. നോക്കുമ്പോൾ എന്നാ നമ്മുടെ ആ പാടത്തിൻ്റെ വഴിയൊക്കെ മുഴുവൻ ലൈറ്റാ, വെട്ടം വരുന്നവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. പിന്നെ വന്നപ്പം ഞങ്ങൾ തൂമനായക്കാരുടെ അവിടെ വന്നപ്പോൾ തന്നെ അമ്മച്ചീനെ വന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ് അമ്മച്ചീനായിട്ട് വന്നില്ല, പുറകെ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ തൂമനായി വന്നപ്പം സംഘത്തിന് മാറ്റിയും അവിടെ ഉണ്ട്. അങ്ങനെയാണ് പിന്നെ അമ്മച്ചീനായിട്ട് വന്ന് വീട്ടിലോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. ആ ഭാഗം എനിക്കറിയാം, അത്ര ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് 20 വയസ്സ്. അച്ഛൻ മരിച്ച് 5 കൊല്ലം കഴിഞ്ഞ് അമ്മച്ചി മരിക്കുക. 16 വയസ്സ് ആ പ്രായം ഉണ്ടായിരിക്കും. കെട്ടിക്കണ 9 മാസം കഴിഞ്ഞല്ല, അമ്മച്ചി മരിച്ച 9 മാസം കഴിഞ്ഞല്ലേ എൻ്റെ കല്യാണം നടത്തിയിട്ട്. ഓരോ കാര്യങ്ങളൊക്കെ അമ്മച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ആയാലും സ്നേഹമായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മച്ചിയുടെ രീതിയിലൊക്കെ അമ്മച്ചിയെ പോലെ ഷേപ്പൊക്കെ അമ്മച്ചിയുടെ ചായലൊക്കെ ഞാൻ എപ്പോഴും പലരൊക്കെ പറയാറുണ്ട് അമ്മച്ചിയെ പോലെ. അമ്മച്ചി ഒരുപാട് പേർക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ രാത്രിയിൽ ഇരുന്ന ചീപ്പപ്പവും ഇതുപോലെ അരിയുണ്ടൊക്കെ ഉണ്ടാക്കി ഈ ചേപ്പിച്ച് വിടാനും ഞങ്ങൾ ഉറക്കളൊക്കെ ഇരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓല മെടഞ്ഞ് എന്തോരം വെളുപ്പിന് 5 മണി ചെയ്യിപ്പിച്ച് ഞങ്ങൾ പറമ്പിൽ ഏൽപ്പിച്ച് വിടും, ഓല പറിക്കുന്ന ഒരാമ്മ. അന്നേരം ഞാൻ ഓർക്കും അമ്മച്ചി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഓലയൊക്കെ ആര് ഉറക്കും നോക്കി. ഞാൻ സത്യത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. 100 മടലിലെ ഓല മെടഞ്ഞ് ഞങ്ങൾ പാകി കൊടുക്കും. അമ്മച്ചി അത് ബാക്കിയുള്ളവർ കൂട്ടിക്കൊടുക്കും. ഒരു 100 മടൽ ഓടല പോയാൽ എത്രയാണ്? 30 രൂപയാണ് അന്നത്തെ കാലത്ത് 100 മടലെന്ന് പറഞ്ഞോ. അങ്ങനെ അന്ന് ഇപ്പോഴല്ലേ ആരും ഓല മെടയാത്ത. എന്നിട്ട് മടക്കി വെയിലത്ത് വെച്ച് ഉണങ്ങി ആരെങ്കിലും വന്ന് 100 മടൽ ഓല ഈ പെരകെട്ടാൻ വേണ്ടിയിട്ടേ അങ്ങനെയൊക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. വിളക്കും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓല അമ്മച്ചി പാകി കൊടുക്കുമായിരുന്നു. പലർക്കും അമ്മച്ചി പലഹാരം ഒന്നും ഉണ്ടാക്കാൻ കൂടാവോ ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മച്ചി ചീപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടേ സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നേരം എല്ലാവർക്കും വലിയ കാര്യമാണ് കൊച്ചമ്മേന്നും പറഞ്ഞോണ്ടേ അവിടെയുള്ളവരെല്ലാം കൊച്ചമ്മേനെ വിളിച്ചുകൊണ്ടിരുന്നു. പറയാൻ പാറാപ്പറമ്പിൽ താമസിക്കുന്നവരൊക്കെ 100 വയസ്സായപ്പോഴാണ് കല്യാണം ആലോചന വന്ന്. അത് കുഞ്ഞാനെയൊന്നും ഇല്ലായിരുന്നു, തങ്കത്തിനും മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. കൊളക്കാട്ടെ കുടുംബത്തോട്ട് കയറി. അതെ. അന്നേരം പിന്നെ 2 വർഷം കഴിഞ്ഞപ്പം തങ്കത്തിന് മാലിക്ക് അപ്പടിയോ സങ്കടമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ സർക്കിലൊക്കെ ആയിരുന്നു. എന്നെ കല്യാണത്തിനൊക്കെ എന്നെ ഓർമ്മയുള്ള അന്നത്തെ കല്യാണമൊക്കെ ഏത് രീതിയിലായിരുന്നു കല്യാണമൊക്കെ നടത്തുക? പ്രത്യേകത എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ അന്ന് കല്യാണത്തിന്റെ ദിവസം? കഴിച്ച ഓർക്കുന്നുണ്ട്. കല്യാണം കഴിച്ച അന്ന്
ആ വീട്ടിലായിരുന്നു ഒത്തുകല്യാണം നടത്തിയിട്ട്. വീട്ടിൽ പന്തലൊക്കെ ഇട്ടേ അവിടെ ആയിരുന്നു ഒത്തുകല്യാണം നടന്നത്. അത് കഴിഞ്ഞ് പിന്നെ തൊടുപുഴ പോയി ഓർക്കണുണ്ടോ, ചർക്കെടുക്കാൻ പോയത് തൊടുപുഴ പുളിമുട്ടിലാണ് ഓർമ്മയുണ്ട്. അമ്മക്ക് കുഞ്ഞിക്കിനും ഉണ്ടായിരുന്നു, വലിയക്കിനൊക്കെ ഉണ്ടായിരുന്നു. അമ്മാവന്മാരെല്ലാരും കൂടിയായിരുന്നു. മന്ത്രകോടി ഒരു പെർപ്പിള് ഒരു വയലറ്റ് കളറായിരുന്നു. സെക്കൻഡ് സാരിയാ അത് ജാവ് കൊടുത്തേക്കണം. സെക്കൻഡ് സാരി അതാ സെക്കൻഡ് സാരി. അതല്ല വലിയ ഫോട്ടോ അത് അതായിരുന്നു സെക്കൻഡ് സാരി. മന്ത്രകോടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജോലിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കൂടെ ആ തുരുപ്പുണ്ട്, ഞാൻ മരിക്കുമ്പം അത് ഉടുപ്പിച്ച മടക്കി വെച്ചിട്ടുണ്ട്. അതിപ്പം താഴ്ന്നളം നടക്കുന്ന ഒരു തുണിയാ. എത്ര വർഷം മുമ്പ്, 40 വർഷമായില്ലേ. അങ്ങനെ കല്യാണം കഴിച്ച് ഒഴിവൊരു എവിടെയാ പൈസമോണ്ടോ അല്ലേ നിങ്ങളുടെ സ്ഥലത്തിന്? പൈസമോണ്ട്. അവിടെ ആരും ഇല്ലായിരുന്നു. ചേട്ടന്മാരൊക്കെ 2 മാസം മുമ്പ് കല്ലറയില് താമസിച്ചും ജോലിച്ചേട്ടനായിരുന്നേ. അവര് കല്യാണത്തിന് മുമ്പ് അവര് മാറിയായിരുന്നു. അമ്മച്ചി കുറെ പാത്രങ്ങളൊക്കെ അമ്മി വന്നിട്ട് കുറെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കല്യാണത്തിന് സമ്മാനമായിട്ട് കിട്ടിയ കുറെ പാത്രങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടുപോയായിരുന്നു. അന്നേരം പിന്നീട് ഇവിടെ അതും ഇതൊക്കെ കുറവായിരുന്നു. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞ പിന്നെ അതും ഇതൊക്കെ പശുവിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വളർത്തി പറയിപ്പിച്ച് അങ്ങനെ ആക്കിയിട്ടുണ്ട്. എനിക്ക് 3 പിള്ളേര്, 2 ആണും 1 പെണ്ണും. അത് ജായ്സൺ മൂത്ത ചെറുക്കൻ, രണ്ടാമത്തെ ജൂലി, ഇളയത് ജെയ്സൺ. ജെയ്സന് പാലായിലുണ്ടായിട്ട്, ജൂലിയും ജായ്സനും കാർത്താസിലായിരുന്നു. ജായ്സനെ ഞാൻ മൃതൂര് കിടന്നപ്പം കടുത്തുരുത്തിലായിരുന്നു. അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു കാർത്താസിനെ. 3-ാം പൊക്കം ആശുപത്രിന് പോന്നപ്പം 3-ാം പൊക്കം അവര് പെട്ടെന്ന് തന്നെ കാർത്താസിൽ തന്നെ മാമൂശ മുക്കാനും പറഞ്ഞുകൊണ്ട് ആശുപത്രിന് പോകുന്ന മുമ്പേ അവിടെ തന്നെ കാർത്താസിൽ തന്നെ പള്ളിയിൽ തന്നെ മാമൂശ മുക്കി. ഇപ്പൊ വേറെ ചുരുങ്ങി നടത്തി. അവരും പറഞ്ഞു നമുക്ക് ഇവിടെ ജോച്ചറിനൊക്കെ പറഞ്ഞു എന്നാൽ മാമൂശ കാർത്താസിൽ തന്നെ നടത്താനോ. ഒത്തിരി പേര് അങ്ങനെ നടക്കണുണ്ട്. അത് കാരണം പിന്നെ അവിടെ വെച്ച് മുക്കി ഞങ്ങൾ വീട്ടിലോട്ട് പോരുകൊണ്ട് വരും. 3 മാസം കഴിഞ്ഞാണ് പിന്നെ ജായ്സിന് വേണ്ടി 90-ാം പൊക്കമാണ് പിന്നെ കൊളക്കാട്ടേക്ക് പോകുന്നത്. ആ സമയത്താണ് അമ്മച്ചിയുടെ വീട്ടിൽ പട്ടാടുന്ന വീട്ടിൽ തന്നെയാണ്. അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ കൊളക്കാട്ടേക്ക് പോയത്. ആ ഫോട്ടോ അന്ന് പ്രായം 21-22 വയസ്സ് കാണുമായിരിക്കും. അന്ന് ജായ്സ് 3 മാസം അവിടെ പ്രായത്തിലുള്ള ഉടുപ്പ ഇട്ട് കൊളക്കാട്ട് പട്ടാടുന്ന അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കയറി ഇറങ്ങി. അവിടെ ചെന്നപ്പം അവര് കൊളക്കാട്ടിനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അവര് ഓർത്തുമില്ല. പറയാതെ വലിയ ചടങ്ങ് നടക്കണ്ട, ചെന്ന് കഴിഞ്ഞാണ് പിന്നെ കാര്യങ്ങളൊക്കെ നടത്തി അവരെ ഊട്ടി. തോമാറ്റാനും ഞാനും ചേച്ചിയും വേറെ ആരും ഇല്ലായിരുന്നു, നമ്മളെ ഫാമിലി. അമ്മ ആകാൻ റെഡിയായിരുന്നോ? അതാ ഞാൻ ചോദിക്കുന്നത്. അതിപ്പം മനസ്സിൽ വിചാരിക്കാത്ത അമ്മയായി. അത് കഴിഞ്ഞ് 4.5 വർഷം കഴിഞ്ഞല്ലേ പിന്നെ അടുത്ത ജൂലി ഉണ്ടായത്. പിന്നെ ജൂലി ഉണ്ടായി കഴിഞ്ഞ് 1 വയസ്സാകണ മുമ്പ് ജെയ്സനുണ്ടായി. അത് പെട്ടെന്നായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. അത്രേ ഉള്ളൂ. ജൂലിനെ അങ്ങ് കൊളക്കാട്ടായിരുന്നു. അന്നേരം ഒരു പെണ്ണുണ്ടായിരുന്നു 2 മാസത്തേക്ക്. അവള് വന്ന് സഹായിക്കാനും കുക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ പോകുമായിരുന്നു. പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. 2ാമത്തെ സർജറിയായിരുന്നു, 3ാമത്തെയും സർജറിയായിരുന്നു. ആദ്യത്തേന് കുഴപ്പമില്ലായിരുന്നു. അമേരിക്കയിൽ എന്നാ വന്നേ? അതെങ്ങനെയാ അറിഞ്ഞ നാട്ടിൽ അമേരിക്ക വരാൻ വീസ കിട്ടിയെന്നും? അത് 13-ാം വർഷമല്ലേ ഫയൽ ചെയ്തിട്ട്. എനിക്കും ജായ്സനും ഉള്ളപ്പോഴാണ്. അത് കഴിഞ്ഞല്ലേ ജൂലിക്കും ജെയ്സനും ടിഫോം വന്നു കഴിഞ്ഞാണ് അവരുടെ പേരും കൂടെ കൂട്ടിച്ചേർത്താണ് പിന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ പോയത്. ഞങ്ങൾ 2021 വന്നു. അപ്പം ഈ ഫെബ്രുവരി വരുമ്പോൾ 24 വർഷം പൂർത്തിയായി. അതെ, 2001 വന്നാ ഫെബ്രുവരി 23-ാം തീയതി അമേരിക്ക കാലുകുത്തി. എവിടെ വന്ന എങ്ങനെ ചിലവും ജോലി ചെയ്യാൻ പറ്റുമോ കിട്ടുമോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് കുഞ്ഞാനയുടെ അടുത്ത് നിന്ന് അവിടെ നിന്നുകൊണ്ട് പിന്നെ 2 മാസം കുഞ്ഞാനയുടെ അടുത്ത് നിന്നേച്ചും
പിന്നെ മാട്ടിയുടെ വീട്ടിൽ നിന്ന് അവിടെ 5-6 മാസം നിന്ന ശേഷമാണ് പിന്നെ ഞാൻ നമ്മുടെ ജയിൻ്റെ ചേട്ടത്തി മേരി ചേച്ചി മണ്ടോണത്തിലോ എങ്ങോട്ടൊക്കെ പോയി ജോലി അപ്പോൾ പുള്ളിക്കാരത്തി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ അവിടെ കൊണ്ട് മണ്ടോണത്തിൽ 9 മാസം അവിടെ ജോലി ചെയ്തു. പിന്നെ ഡേ കെയർ സ്കൂളിൽ അവിടെ 3 രാവിലെ 7:30 പോയാൽ 11:30 ആകുമ്പം സ്കൂളിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് 11:30 ആകുമ്പം മണ്ടോണത്തിൽ പോയി ജോലി ചെയ്യണം. അങ്ങനെ ഇവിടുന്ന് ജയിച്ചിട്ട് മണ്ടോണത്തിൽ പോയി. എന്നിട്ട് 4:30 കഴിയുമ്പം തങ്കച്ചൻ വരും ജോലി കഴിഞ്ഞ്. അങ്ങനെ പിക്ക് ചെയ്ത് വീട്ടിൽ വരും. അങ്ങനെ ആ സമയത്ത് 2 ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ സ്കൂളിൽ അങ്ങനെ അധികം പിള്ളേരില്ലായിരുന്നേ. അത് 3 മണിക്കൂറത്തെ 8, 9, 10 11:30 ആകുമ്പം സ്കൂളിൽ നിന്ന് ഇറങ്ങും. മാറ്റി വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകും. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം തങ്കച്ചൻ പിന്നെ പിക്ക് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ഒരാൾക്ക് നമുക്ക് ഭക്ഷണം കിട്ടും. നമുക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ കാര്യം. അപ്പോൾ അന്നേരം തങ്കച്ചൻ ചോദിച്ചു എന്നാ കഴിച്ചെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞേ ആമ്പർക്ക് കഴിച്ചെന്ന് പറഞ്ഞേ 1-2 പ്രാവശ്യം തിന്നു. അന്നേരം പറഞ്ഞു എന്നും അങ്ങനെ തിന്നരുത്, ആമ്പർക്ക് പോലെ വരുമെന്ന് പറഞ്ഞ് ഞാനത് പിന്നെ ആമ്പർക്ക് തിന്നെ ഒരു ദിവസം തിന്നോളൂ. പിന്നെ അവിടുത്തെ അവിടുത്തെ മണ്ടോണത്തിലെ മണിക്കൂറുകൾ കുറഞ്ഞു വന്നു. അവിടെ കുറഞ്ഞു അപ്പോഴത്തേനും പിന്നെ സ്കൂളിൽ ഫുൾ ടൈം ആയിട്ട് 8 മണിക്കൂറായിട്ട് കിട്ടി. പിന്നെ അവിടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം സൂസൻ ചേച്ചി പറഞ്ഞു ജിജി പലഹാരം ഉണ്ടാക്കാൻ അറിയാവുമെന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു. എന്നാൽ ജിജി ഒരു സാമ്പിള് അച്ചപ്പം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കി തണ്ടുവാ, എന്നാൽ ഞാൻ ആർക്കെങ്കിലും ഇവിടെ ജോലി വരുന്നവരുണ്ട് പേരൻസിനൊക്കെ കൊടുക്കാം. അങ്ങനെ ഞാൻ അവധിയുള്ള ദിവസം ഞാൻ ഇച്ചിരി അച്ചപ്പം ഉണ്ടാക്കുമോ അല്ലെ ബോണ്ടായോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് കൊടുത്തപ്പം ഞാൻ ആലിച്ചേച്ചിയോട് ചോദിച്ചു. നമുക്ക് എൻ്റെ ആങ്ങളെ കൊണ്ടുവന്നപ്പം അവരോട് അനുവാദം ചോദിക്കണ്ടേ. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങിച്ചോട്ടേന്ന് ചോദിച്ചു. അതിനിപ്പോൾ എന്നാ നിനക്ക് 10 പൈസ വേറെ വഴി ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കി കുറേശ്ശെ ഉണ്ടാക്കിയാണ് അങ്ങനെ ബോണ്ടയായി. പിന്നെ അല്ലെങ്കിൽ ലൗലി ചേച്ചി എന്നെ വിളിച്ചു പറയും പള്ളിയിലോട്ട് ബോണ്ട ഉണ്ടാക്കാം. അങ്ങനെയാണ് പലഹാരപ്പണി അങ്ങനെ തുടങ്ങിയത്. അങ്ങനെ അത് കഴിഞ്ഞാണ് അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. പിന്നെ ബേബി സിറ്റിന് പിള്ളേരെ നോക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക്. അങ്ങനെയൊക്കെ ആയിട്ട് പോയി ഇത്രയും വരെ ഇങ്ങനെ എത്തിച്ചു വന്നു. എന്നിട്ടും നിനക്കൊക്കെ അറിയാമല്ലോ അന്ന് ഞാൻ മംഗളം വന്നപ്പോൾ നീ കോളേജിൽ എങ്ങോട്ട് പഠിച്ചുകൊണ്ടിരുന്ന പ്രായമല്ലായിരുന്നോ അഭിലാഷൊക്കെ. അപ്പോൾ ചേച്ചി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് പലഹാരം ഉണ്ടാക്കിച്ചു. നിനക്ക് 10 പൈസ വേറൊരു വരുമാനം ആവുമല്ലോ. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞാണ് ചേച്ചിയും ഞാൻ ഇവരെല്ലാവരും കൂടെ കൊണ്ടാണ് ഒരു വീട് അവർ സംഘടിപ്പിച്ച് വന്ന് അവിടെ താമസിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാസം ജോലി ചെയ്യണ പൈസയും കൊണ്ട് വീട് അടഞ്ഞു പോക്കോളും ചെയ്യും. അങ്ങനെ ജോലിയും ചെയ്ത് ജീവിക്കുമായിരുന്നു. ഈ ഫോട്ടോ അന്ന് ആദ്യം വന്ന കാലം എടുത്ത ഫോട്ടോ അല്ലേ അത്? അന്ന് കഴിഞ്ഞുള്ള ഫോട്ടോയോ? അന്ന് ആ ഫോട്ടോ എടുത്ത ദിവസം ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും? അന്ന് ഇതെങ്ങണ്ട് എവിടെ കുഞ്ഞാനയുടെ വീടിൻ്റെ പുറയിലത്തെ അവിടെയാണ് തോന്നണേ. എന്തോ പരിപാടിക്ക് പോയപ്പോൾ നമ്മളെടുത്ത ഫോട്ടോയാ ഇത്. ഞാനാ, ഇത് മാത്യു, ഇത് ജെയ്സൺ, ഇത് ജൂലി, ഇത് ജായ്സൺ. ജെയ്സനൊക്കെ 5-ലോ 4-ലോ 5-ലോ അങ്ങോട്ട് പഠിക്കുന്ന പ്രായത്തിലാണ്. സ്റ്റുഡിയോ എടുത്ത ഫോട്ടോ അല്ലേ അതാ? സ്റ്റുഡിയോ പാൽമാട്ടിലാണ് എവിടെയോ പോയി എടുത്ത ഫോട്ടോയാണ് അത്. 2002-ലോ 2003-ലോ ആയിരിക്കും. ഇപ്പം ജിജി ആൻറ്റിയുടെ സ്കൂളിൽ പഠിച്ചു ബോണ്ടയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് എല്ലാവരും എല്ലാവർക്കും ജിജി ആൻറ്റി എല്ലാവർക്കും അറിയാം. എൻ്റെ ബോണ്ടയുടെ ഷേപ്പും കട്ട്ലേറ്റിൻ്റെ ഷേപ്പും ഒക്കെ എല്ലാവർക്കും അറിയാം. ജിജിയല്ലേ ഉണ്ടാക്കണം. നെയ്യപ്പൊക്കെ എല്ലാവർക്കും ഡാലസ്, കാലിഫോർണിയ, ഫ്ലോറിഡ, ഡിട്രോയിറ്റിൽ ഇവിടെ എല്ലായിടത്തും എൻ്റെ ബോണ്ട കൊണ്ട് പോയിട്ടുണ്ട്. പലരും കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ആഴ്ച ന്യൂഗേഷിക്ക് കൊണ്ടാണിട്ട് നെയ്യപ്പം പറഞ്ഞിരിക്കുക. വലിയ നെയ്യപ്പല്ല, പരിപ്പടയുടെ വലിപ്പമുള്ളൂ. അടുത്ത ആഴ്ചത്തേനും പറഞ്ഞിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഇച്ചിരി നെയ്യപ്പത്തിന് പണി ഉണ്ടായിരുന്നു. ജിജി ആൻറ്റിയുടെ ബോണ്ടയ്ക്ക് എന്നാ പ്രത്യേകത? എന്നാ പ്രത്യേകത? നല്ല മഴയുണ്ട്,
കുഞ്ഞു പിള്ളേർ വാറണ്ട് പറഞ്ഞ പോലെ വേറെ കണ്ടുന്ന കാലിലും കടിച്ചാൽ പൊട്ടും. നല്ല പിള്ളേർക്ക് വരെ തിന്നാണ്, അല്ലാത്ത ബോണ്ടൊക്കെ എറിഞ്ഞു പൊട്ടും എന്ന് പറഞ്ഞു. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചു പിള്ളേർക്ക് പോലും കടിക്കാൻ മേല, എറിഞ്ഞ് കളയുമെന്ന് പറഞ്ഞു. അത് കരിങ്കല് പോലെ ഇരിക്കണം പറഞ്ഞു. ആണ്ടാ ഇവിടെ എങ്ങാണ്ടെന്നൊക്കെ ബോണ്ടൊക്കെ കണ്ടാ കറുത്തിരിക്കണേ. ഞാൻ പറഞ്ഞു അത് ഗോതമ്പിൻ്റെ കൊണ്ട് കറുത്ത് പോവും, ഇച്ചിരി മൂത്ത പൊട്ടിയിരിക്കണേ. അത് കാണുമ്പോൾ നമുക്കറിയാം. നമ്മുടെ ബോണ്ട നല്ല മയമുണ്ട്, നല്ല സോഫ്റ്റുമാണ്. നൂല് എത്ര വർഷം ഞാൻ ജോലി ചെയ്ത് കൊടുത്താ. അത് കഴിഞ്ഞിപ്പം ഇവിടെ നിന്നുള്ള കൊണ്ടുപോക്കൊക്കെ ബുദ്ധിമുട്ടും കൊണ്ടല്ലേ ഞാൻ വേണ്ടെന്ന് വെച്ചത്. ഇവിടെ കൊണ്ടുപോകാനും പിടിക്കാൻ ആളുണ്ട്. കപ്പയിറച്ചി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. കപ്പയിറച്ചി മസാലയൊക്കെ ഇട്ട് നമ്മൾ ചേർക്കുമ്പോഴേക്ക് തേങ്ങ വറുത്തിറക്കി കാനക്കാരുടെ ഫുഡാണോ? അത് കാനക്കാരുടെ ഫുഡാണ്. ഇവിടുത്തെ നമ്മുടെ തത്തംകുളത്തെ എബി പറയുമായിരുന്നു, അയ്യോ ജിജിയാൻ്റെ പെങ്ങളെന്നെ വിളിക്കണേ എബി. പെങ്ങടെ കപ്പയിറച്ചി എന്നാ തേച്ചെന്നറിയാം. നാട്ടിലെ യഥാർത്ഥ കപ്പയിറച്ചി തന്നെ. എബി എന്നെ കാണുമ്പോൾ പലവരും പറയും. ആ ഇടയ്ക്കൊക്കെ അവരൊക്കെ എന്നോട് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടേ. അങ്ങനെ പിന്നെ പാലപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. തോട്ടത്തിൽ അച്ഛനൊക്കെ എന്നോട് പാലപ്പവും ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അച്ഛൻ വരെയും പറഞ്ഞിട്ടുണ്ട് നല്ല പാലപ്പ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കട്ട്ലേറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഞാനത് പ്രത്യേക ഷേപ്പ്, അത് അങ്ങനെ ഒരു ഷേപ്പ് അച്ചു പോലെ ഉണ്ടാക്കിയത്. അന്നേരം പലരും എന്നോട് ചോദിച്ചു അത് എങ്ങനെ അച്ചു കൊണ്ട് ഉണ്ടാക്കണം എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു അത് നാട്ടിൽ നിന്ന് അച്ചു കൊണ്ടൊന്ന് ഷേപ്പാക്കണം എന്ന് പറഞ്ഞു. അത് ഈ നമ്മുടെ കോളറിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് വെട്ടിയെടുത്ത് ഷേപ്പാക്കി ഇങ്ങനെ വെച്ചിട്ട് നെക്കി ഷേപ്പാക്കും. അപ്പം നല്ല ഷേപ്പായിട്ടിരിക്കും. ഇവിടെ കടയിലൊക്കെ മേടിക്കുന്ന അത് കൈ കൊണ്ട് പരത്തി അത് കാണും പറയുക. അങ്ങനെയാ, അതാ അങ്ങനെ ഒരു പ്രത്യേകത. അല്ലാതെ വേറെ 100-200 കട്ട്ലേറ്റൊക്കെ വന്നിട്ടുണ്ട്. നിറം തലേദിവസം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ ഓവനകത്ത് വെച്ച് ചൂടാക്കി അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാം ഒറ്റയ്ക്ക് പണിയണല്ലേ. പിന്നെ ഇടയ്ക്ക് ഒഴിവ് പോലെ പിള്ളേരും കൂടെ മാത്തും കൂടെ ചിലപ്പം ബോണ്ട ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ നമുക്ക് ബില്ലി പൊടിപ്പിക്കും. ഇതിപ്പോൾ നമ്മുടെ കടയിനെ മേടിക്കണ അരിപ്പൊടി ഉണ്ടല്ലോ, നേരത്തെ ഞാൻ ചിലപ്പം അരി കുഴുത്തിയിട്ട് പൊടിച്ചെടുക്കുമായിരുന്നു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കടയിനെ അരിപ്പൊടി മേടിച്ചിട്ട് അതിനകത്തിട്ട് ശർക്കരപ്പൊടി ഇങ്ങടെ മേടിക്കാൻ കിട്ടും, ശർക്കരപ്പൊടി. എന്നിട്ട് അവലോകത്തിന് തിരുമണ പോലെ അങ്ങ് തിരുമ്പും. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ നനയ്ക്കൂലോ. അവലോകത്തിൻ്റെ പൊടി നനയ്ക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ പുട്ടിന് നനയ്ക്കുന്ന പോലെ നനയ്ക്ക് വെക്കും. എന്നിട്ട് 3 ദിവസം തട്ടിപ്പൊട്ടി പാത്രത്തിൽ കുഴച്ച് വെക്കും. 3 ദിവസമെങ്കിലും കുതിരണം. ആ അരിപ്പൊടി ശർക്കര കണ്ടിട്ട് കുതിരണം. എന്നിട്ട് പിന്നെ നാളെ വേണമെങ്കിൽ, നാളെ നെയ്യപ്പം വേണമെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾ അരച്ച് തേങ്ങായും കരിയാപ്പിലയും ഉള്ളിയും ഇതെല്ലാം കൂടെ തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ചിട്ട് വൈകിട്ട് അങ്ങ് അരച്ച് കുഴച്ച് വെക്കുക. സകല ഈസ്റ്റും കൂടെ ഇട്ട്. പിന്നെ ഇച്ചിരി മൈദ വേണം. മൈദ കൂടെ ഇട്ടങ്ങ് തിരുമ്മി വെക്കും. വൈകിട്ട് കുഴച്ച് വെച്ചാൽ രാവിലെ പൊങ്ങുമ്പം രാവിലെ ഏറ്റ് പിന്നെ നമ്മൾ ഏലക്കായും പിന്നെ ജീരകപ്പൊടിയും പിന്നെ ഇച്ചിരി മധുരം പോരാതെ ഉണ്ടെങ്കിൽ ഇച്ചിരി കുറച്ച് ശർക്കരപ്പൊടിയും കൂടെ ഇട്ട് മിക്സാക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ എടുത്തിട്ട് കൈ കൊണ്ട് ഇച്ചിരി ലൂസാക്കി എടുക്കും. ഒരുപാട് കുറ്റിക്കട്ട പോലെയല്ലേ, ഇച്ചിരി ലൂസാക്കിയിട്ട് വാവട്ടുള്ള പാത്രത്തിൽ എടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് ഇടും. അപ്പോൾ അത് ഇങ്ങനെ പൊങ്ങി ഉരുണ്ടായിട്ട് വരും. 10-30 എണ്ണം കാണും. എനിക്കൊരു മുഴുത്തൊരു പാത്രം ഉണ്ട്, അതിനകത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ വാരിയിടും. അങ്ങനെ ഉണ്ടാക്കണത് ചിലപ്പം 1000-2000 അത് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഇപ്പം പലരെ പോലെ ഇപ്പം ആ പരിപാടിയില്ല. ഇപ്പോൾ കൂടി അങ്ങറ്റം പോയ 200 അല്ല 500 എണ്ണം വന്നിട്ടുണ്ട്. 2000 മുമ്പ് 500 നെയ്യപ്പം ചില പരിപാടിയിലൊക്കെ. അല്ലെങ്കിൽ ഇപ്പം 250 നെയ്യപ്പൊക്കെയാണ് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാക്കണ വലിയ നെയ്യപ്പ ഈ കാനായി യാക്കോബക്കാരുടെ ന്യൂഗേഷിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എങ്ങനെ പഠിച്ചു ഇതെല്ലാം? അത് അമ്മച്ചി ഉണ്ടാക്കണ ഓരോ കൂട്ടം ഉണ്ടല്ലോ, അങ്ങനെയാണ്. ചുമ്മാ തന്നെ ഉണ്ടാക്കി നോക്കി തന്നെ. അമ്മച്ചിയുടെ കൂട്ടത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുമല്ലോ,
എന്ന് പറഞ്ഞ പോലെ അവിടെ വെച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന പിന്നെ ചുമ്മാ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കി, അതങ്ങനെ തന്നെ പഠിക്കും. അമ്മച്ചിയുടെ കൈപ്പുണ്യം ഇനി ഞാനും നോക്കി പിടിക്കും. അമ്മച്ചി ഒരുപാട് പലഹാരം ഉണ്ടാക്കാറുള്ളതാ. ഒരുപാട് നെയ്യപ്പൊക്കെ ഒത്തിരി ഉണ്ടാക്കുമായിരുന്നേ. അങ്ങനെ ഇവിടുത്തെ കൂട്ടുകാര് ഒത്തിരി പേരുണ്ടോ? ഇപ്പം പള്ളിയിൽ പോകുമ്പോൾ ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ഒരുപാട് കമ്പനി ജോലിയുള്ളപ്പം 4-5 പെണ്ണുങ്ങളുണ്ട്. അവർ വല്ലപ്പോഴൊക്കെ വിളിക്കും. ഇപ്പം മെയിനായിട്ട് നെല്ലിപ്പള്ളിയിൽ ആൻസി, പിന്നെ ശീല, അങ്ങനെ അത്യാവശ്യം പേരെ. പിന്നെ പോലീസുകാരൻ ടോമിയുടെ ത്രേഷ്യാമ്മ, അവളൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ കുറച്ച് പേര് വല്ലപ്പോൾ ഇങ്ങനെ പല. പിന്നെ സൂസമ്മേന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഉണ്ട്, സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, അവള് വല്ലപ്പോൾ വിളിക്കും. അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിക്കും. പിന്നെ രമണി എന്ന് പറഞ്ഞ അപ്പാറ്റമെന്റ് താമസിക്കുക, പുള്ളിക്കാരത്തി ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. സ്കൂളിൽ വിട്ട് പോകുമ്പം എന്നെ റൈഡിന് വേണ്ടിയിട്ട് കെട്ടുവാൻ കൊണ്ടുപോകുമായിരുന്നു രാവിലെ. എൻ്റെ കൊച്ചുമക്കള്, മൂത്ത മകന് 2 പിള്ളേർ. അതിൻ്റെ പേര് ജോഹാനും പറയും, അല്ലെങ്കിൽ കുട്ടപ്പായ മാത്തനും പറയും. പൊന്നു രണ്ടാമത്തോള്, അവള് കൊച്ചുദേശേനെ എല്ലാവരും വിളിച്ചാൽ പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവുള്ളൂ. അവളിപ്പം വീട്ടിൽ വിളിക്കണ പൊന്നു, അല്ലെങ്കിൽ സ്കൂളിൽ വിളിക്കണ ജോവാനാന. പിന്നെ ജൂലിക്ക് 2 പിള്ളേർ, എവിലിയും കുട്ടപ്പായും. പിന്നെ ജെയ്സന് വിശേഷമുണ്ട്, 4 മാസം കഴിഞ്ഞു. അവിടെ കൊച്ചാനാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം പിള്ളേരെ നോക്കി അങ്ങനെ പിള്ളേരെ നോക്കി ഇങ്ങനെയായിട്ട് ഇരിക്കുന്നു. അവരൊക്കെ എങ്ങനെയാ വിളിക്കുന്നത്? എന്നെ വിളിക്കണ മമ്മീനാ വിളിക്കണേ. മാത്തുങ്ങളിനെ വിളിക്കണേ അച്ചാച്ച. അന്നേരം പലരും ചോദിച്ചു ഇതിൻ്റെ മമ്മി ആരാന്ന് ചോദിച്ചപ്പം അവരുടെ അമ്മേനെ വിളിക്കണം, അത് അമ്മ. എന്നെ വിളിക്കണ മമ്മീനാ വിളിക്കണമെന്ന്. അപ്പം ചിലർക്ക് അവരവരുടെ അപ്പനും അമ്മേനെ പപ്പാനെയൊക്കെ വിളിക്കുമല്ലോ. അല്ല, എൻ്റെ അമ്മേനെ വിളിക്കും, ജിജി മമ്മീനെ വിളിക്കണം. അങ്ങനെയാണ് ചിലർക്കൊക്കെ മനസ്സിലായത്. അങ്ങനെ ആ പിള്ളേർ വിളിക്കണം. എല്ലാവരും ഇപ്പം അങ്ങനെ വിളിക്കണേ, മമ്മീനും അച്ചാച്ചാനെയും വിളിക്കും. അമ്മേനെ അർത്ഥം തന്നെ നമ്മളെ മക്കളുണ്ടാകുന്നത് നമ്മളോട് നല്ലപോലെ വളർത്തി അവരെ ഭക്ഷണം കൊടുത്ത് വലുതാക്കുക, നല്ല രീതി വളർത്തിയെടുക്കുക, കുളിപ്പിക്കുക, എടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പിള്ളേരെ വളർത്തി കയറി വരുന്നത്. അമ്മ അവരെ നോക്കണം, വീഴാതെയും പിടിക്കാതെയൊക്കെ നോക്കണം. പാല് കൊടുക്കേണ്ടടുത്ത് പാല് കൊടുക്കണം, ഭക്ഷണം കുറുക്ക് പാല് ഭക്ഷണമൊക്കെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെ നോക്കണം. അവരെ കുളിപ്പിച്ച് നല്ല രീതിയിലാക്കി ഡൈപ്പർ മാറ്റണം ഒക്കെ ചെയ്തു. 2-3 മാസം വരെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. 1 വയസ്സിന് മുമ്പ് വരെ ആ ചെറിയ പ്രായമാകുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ട്. അവരെ കിടത്തി ഉറക്കുന്നു. 2-3 പ്രാവശ്യമായിട്ട് ഞാൻ 2 പ്രാവശ്യം ഉച്ചയ്ക്കും രാവിലെയും അവരെ തൊട്ടിയിൽ കിടത്തി ഉറക്കും. ഇതായിട്ട് അങ്ങനെയൊക്കെ പോകുന്നു. പിള്ളേർ വലിയ ആകുമ്പം പിന്നെ 3-4 വയസ്സൊക്കെ ആകുമ്പോൾ അവർ ഡേ കെയർ സ്കൂളിലൊക്കെ വിടാൻ തുടങ്ങും. പിന്നെ അവരുടെ സമയത്ത് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ പിള്ളേരിങ്ങനെ വളർന്ന് വലുതായി വരുന്നു. പിന്നെ അവർ സ്കൂളിൽ പോകുന്നു. പിന്നെ അവർ വേറെ പഠിക്കാനുള്ള ചാൻസൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ അവർ പഠിക്കാനായിട്ട് ഉത്സാഹിച്ചു പോകുന്നു. ഇപ്പം പിള്ളേർക്ക് നേഴ്സിങ്ങിന് ജോലിക്ക് പറഞ്ഞപ്പം നേഴ്സിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവളെ നേഴ്സിങ്ങിന് വിട്ട്. ഇപ്പം മാൻഡിയും പറഞ്ഞു എന്നാൽ നാട്ടിലോട്ട് വിടുവാണെങ്കിൽ ഇവിടെയൊക്കെ പഠിക്കാൻ ഒരുപാട് വർഷങ്ങളെടുക്കും, ഒരു മാർക്ക് പോയാൽ ഔട്ടായി പോകും. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും നാട്ടിൽ പറഞ്ഞു വിടുവോ, അങ്ങനെയാണ്. പിന്നെ അവൾ നാട്ടിൽ 4 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് അവൾ വന്നത്. അങ്ങനെ അങ്ങ് പോയതുകൊണ്ട് അവളങ്ങനെ പഠിച്ചു. ഇവിടെ വന്ന് പരീക്ഷ എഴുതി പാസ്സായി, അവൾക്കും ജോലിയായി, കേട്ട് കെട്ടിച്ചു, 2 പിള്ളേരുമായി. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. നമ്മൾ ഇവിടെ വന്ന് ഇപ്പം 24 വർഷമായി വന്നിട്ട് നല്ലപോലെ അനുഭവിച്ച് നല്ലപോലെ കഷ്ടപ്പെട്ടു, ശരിക്കും കഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ പുറത്ത് വേദനയും അങ്ങനെയും പറ്റുകൊണ്ടൊക്കെ ഞാൻ ജോലി ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ ജോലിന് പുറം വേദന എടുത്തിട്ട് കാലുവേദനയൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവിച്ച് പണതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ജോലിയൊക്കെ നടത്തിയ കമ്പനിയിൽ.
പിന്നെ വീട്ടിലെ പണിയും നല്ല 2 ജോലിയും കഴിഞ്ഞ് 12 മണിക്കൂറാണ്, 5 ദിവസം 12 മണിക്കൂർ വെച്ച് പോയിക്കൊണ്ടിരുന്ന മണിക്കൂർ. 8 മണിക്കൂറൊന്നുമല്ല, 12 പറ്റുക 5 ദിവസം. അവസാനമായപ്പം ഒരു ദിവസം കുറച്ചു. കൊച്ചിന് മാത്തനെ അവനെ വെള്ളിയാഴ്ച മാത്രം ഞാൻ 3 ദിവസം പോകാൻ. അപ്പോൾ വെള്ളി ശനി ഞായറും അങ്ങനെ ഒരു ദിവസം ഓഫ് ഇട്ട് തീർക്കും. ഞാൻ ഡേവിഡിനോട് പറയും നിന്റെ കൊച്ചിനെ നോക്കണം. അന്നേരം ജിനു വെള്ളി ശനി ഞായറും ജോലിക്ക് പോകുമായിരുന്നു. അന്നേരം അവർ ഇവിടെ വന്നായിരുന്നല്ലോ, പിന്നെ കൊച്ചിനെ അങ്ങോട്ട് വരും. ബാക്കി ദിവസം ഞാനിങ്ങനെ പോകുമായിരുന്നു. അവിടെ മാത്രം ഉണ്ടായിക്കണോ വരെ. അതുവരെ ഞാൻ 5 ദിവസം 12 മണിക്കൂറൊക്കെ കമ്പനിയിൽ. കമ്പനി ഭയങ്കര കട്ടിപ്പണിയായിരുന്നു. അയ്യോ, അത് കാരണം വല്ലാത്തൊരു പണിയായിരുന്നു. ഈ ഉറക്കമൊക്കെ കുറവാണ്. ഓരോ ചിന്തയാണ്. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടേ മനപ്രാരം കയറുമ്പോൾ അമ്മച്ചിക്ക് പെട്ടെന്ന് മനസ്സിളകും. എനിക്ക് ചിന്തയാ, ഭയങ്കര ചിന്തയാ. എന്നാലും ജൂലി പറയും മമ്മി എന്തിനാ ചിന്തിക്കുന്നതിന്. ഞാൻ പറഞ്ഞ നിങ്ങൾ ചെറുപ്പാ, അമ്മമാർക്ക് അതിൻ്റെ പല കാര്യങ്ങളൊക്കെ ഓർക്കും, ചിന്തിക്കും, ഉറക്കവും വരികയില്ല. അങ്ങനെ ഇനിയിപ്പം പിള്ളേരെല്ലാം അവരവരുടെ കെട്ടി എല്ലാവരും അവരവർ സ്വന്തമായിട്ട് നല്ലതായിട്ട് പോകുന്നു. അവരും ഗൾഫായിട്ട് ജീവിച്ചു പോകുന്നു. അപ്പം അവർ വല്ല കാര്യങ്ങളൊക്കെ ഹെൽപ്പറായിട്ട് എനിക്ക് ചെയ്തു വരുന്നുണ്ട്. ജാക്സൺ ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. മൂത്ത മകനല്ലേ, അമ്മയ്ക്കായിട്ട് ഒരുപാട് ചെയ്തു വരുന്നുണ്ട്. അവനെന്നും അത് എൻ്റെ മരണം വരെ നന്നായിട്ട് ജീവിച്ച എന്ന് ഓർക്കുന്നു. അവൻ്റെ ജൂലി അതെ, ഒരുപാട് അവളും വരെ ഓരോ ഐറ്റങ്ങൾ കൊണ്ടൊരു സ്നേഹിതമായിട്ട് അവളും പെരുമാറുന്നുണ്ട്. ജെയ്സനും അവനിപ്പം ജോലിയൊക്കെ ആയി വന്നല്ലേ ഉള്ളൂ. ഇപ്പം പിള്ളേർ വലിയതായി വന്ന് അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർ വൈകുന്നേരം ആകുമ്പം എൻ്റെ അടുത്തല്ലേ ഇപ്പോൾ ജാക്സൺ എവിടെയെങ്കിലും പോകുമ്പം ഇടയ്ക്ക് അങ്ങനെ അപ്പം അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിള്ളേരാണെങ്കിൽ എപ്പോഴും മാത്തനോ പൊന്നും എൻ്റെ കൂടെ കിടക്കും. ഇന്നലെ 3 പേരും അവിടെയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് അവരെ ഒഴിവ് പോലെ അവരവിടെ വന്ന് കിടക്കും. അങ്ങനെ അതൊരു സന്തോഷമുള്ളൂ. പിള്ളേർ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട്. എപ്പോഴും പിള്ളേർ വന്നില്ലെങ്കിൽ എനിക്ക് അപ്പടി വിഷമമുണ്ട്. അത് ഞാൻ എന്നാളും പൊന്നിനോട് പറഞ്ഞു, നീ വരാത്ത ഞാൻ അവളോട് എപ്പോഴും വന്നോണ്ട് കാണാൻ വരുമ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മാത്രോട് കേട്ടു, നീ എന്നാടാ വരാത്ത? ഒന്നുമില്ല, ഞാൻ മറന്നുപോയി എന്നെ വരും. ഞാൻ പറഞ്ഞ നീ അങ്ങനെ അല്ലായിരുന്നു, മമ്മീനെ എപ്പോഴും കാണണം, എനിക്ക് ഉമ്മ തരണം എന്നൊക്കെ. അത് കാരണം അങ്ങനെ പറഞ്ഞ് പിന്നെ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നാലും ഓടി വന്ന ഉമ്മ വരും, മാത്തനും വരും. ഇപ്പോൾ അതനുസരിച്ച് ജെബിലിയും ഇവിടെ വരുമ്പം അവർ കെട്ടിപ്പിടിക്കും ഉമ്മ വരും. അങ്ങനെ ഞാൻ പറഞ്ഞ എന്നും അങ്ങനെ വേണമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. പിള്ളേർ ഇങ്ങോട്ട് വന്ന് ഇപ്പം വരുന്നുണ്ട്, സന്തോഷിക്കുന്നു. നമ്മൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് രാത്രി കിടക്കാനടുത്ത് ഞാൻ കഥയൊക്കെ പറയും. അപ്പോൾ അവർ എന്നോട് എപ്പോഴും പറയും കഥ പറയാം. ഞാൻ പറഞ്ഞ് ഇപ്പം അത്യാവശ്യം പറയുമ്പം നീ മതി എന്നും പറഞ്ഞ് കിടന്നുറങ്ങാൻ പറയും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവർക്ക് രസമുണ്ട്, അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പം മമ്മി സീരിയൽ കാണുന്നുണ്ടോ? ഞാൻ ചില മൊബൈലിനകത്ത് കുറച്ച് സീരിയലൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പം അവരും വന്ന ഇടയ്ക്ക് എൻ്റെ കൂടെ തന്നെ കാണും. അങ്ങനെയൊക്കെ ഇവിടെ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. അവരും സ്വല്പം എന്നോട് ഇതായിട്ട് കാര്യമായിട്ടായി പെരുമാറണ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം കോഴിയുണ്ട്, കോഴിക്കൂട്ടി ഇപ്പം ഞാൻ ആ വേലിക്കകത്ത് ഒരു കൂടിനകത്താണ്, അഴിച്ചു വിടുന്നില്ല. വേലിക്ക് പുറത്തോട്ട് ചാടുക, ഇപ്പുറത്തോട്ട് നമ്മുടെ പറമ്പിലോട്ട് ചാടും. അത് തന്നെ കോഴിക്കൂടിൻ്റെ അകത്തൊരു കൂടുണ്ട്, ആ കൂട്ടിൽ തന്നെ തീറ്റ കൊടുത്ത് 14-15 മുട്ട വരെയും ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന. ഇപ്പം മുട്ട കുറഞ്ഞു വരുക. ഇപ്പം 5-8 മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം പുറത്തേക്കൂടെ കൈകാലം അവർക്ക് അധികം ഓടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ വേലി കെട്ടണം, ഇച്ചിരി കമ്പിങ്ങടെ പൊക്കി കെട്ടണം, എന്നാൽ അവരെ അങ്ങോട്ട് അയച്ചു വിടാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ വേറെ കോഴി അടയിരുന്ന് നമ്മളറിഞ്ഞില്ല, 10 കുഞ്ഞുങ്ങൾ ഇറങ്ങി. അതാ പുറകിലൊരു ഷെഡിനകത്ത് 1 മാസം കഴിഞ്ഞു. ഇപ്പം അവരെ ഞാൻ അതുപോലെ ആട്ടിൻകുട്ടിയുടെ ഒരു കൂട്ടിനകത്ത് കെട്ടിയിട്ടേക്കുക, അവരെ അങ്ങ് അയച്ചു വിടുന്നില്ല. ഇപ്പം 8 കുഞ്ഞുണ്ട്. തണുപ്പ് വന്നപ്പോൾ തന്നെ ഒരെണ്ണം ചത്തുപോയി, ഒരെണ്ണം വെള്ളത്തിൽ പോയി ചത്തു. അങ്ങനെ ഇപ്പം 8 കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ രീതിയും കൊടുക്കുന്നുണ്ട്. അതാ ഒരു നേരം പൊക്കം ഉണ്ടല്ലോ,
ഒരു സമയമാകുമ്പോൾ ഒരു നേരം തീറ്റ കൊടുക്കണുള്ളൂ. അപ്പം ഇടയ്ക്ക് തന്നെ പോയി കൊടുക്കും, പിന്നെ വരും. ഒരു പുറത്തോട്ട് ഇറങ്ങുമ്പം അതൊരു പണി ഉണ്ട്. അതൊക്കെയുള്ളൂ. ഇപ്പം കുറച്ച് മുമ്പ് മാത്രം പറഞ്ഞു, മമ്മി കോഴിക്കുഞ്ഞ് പിടിക്കരാവോ, അവർക്ക് പിടിക്കണം. ഞാൻ പറഞ്ഞു ഇച്ചിരി കഴിയിട്ട് ആച്ചാൻ്റെ ഇപ്പം വരും. 1 മണി ആകാറായപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർക്ക് കോഴിക്കുഞ്ഞിനെ പിടിക്കണം. അതൊക്കെയുള്ള ഇപ്പോൾ ഒരു പണിയുള്ളൂ.